ബട്ട് സർപ്രൈസിംഗ്ലി സിസ്റ്റർ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, എന്നെ മൈൻഡേ ചെയ്തില്ല. ആഫ്റ്റർ 2 to 3 days കഴിഞ്ഞപ്പോൾ ഞാനും സിസ്റ്റർ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. അതിൽ സിസ്റ്റർ എന്നെ പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. ഇങ്ങനെ പോവുകയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് എ ബെറ്റർ ഫ്യൂച്ചർ ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് വെരി ലോ മാർക്സ് ഇൻ എവറി എക്സാംസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്നിട്ട് ആർഗ്യൂ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കുണ്ടായിരുന്നില്ല. ഞാനെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് സിസ്റ്റർ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു വാശി വന്നു, ശരി ഈ എക്സാമിൽ എസ്പെഷ്യലി സിസ്റ്ററിൻ്റെ സബ്ജക്റ്റിൽ ഞാൻ വന്ന് ഫുൾ മാർക്ക് മേടിക്കും. ബിക്കോസ് ഐ യൂസ് ടു ഗെറ്റ് ഗുഡ് മാർക്സ് അറ്റ് ദാറ്റ് ടൈം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ടൈം ഞാൻ എന്തായാലും സിസ്റ്ററിൻ്റെ സബ്ജക്റ്റിൽ ഞാൻ ഫുൾ മാർക്ക് മേടിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇരുന്ന് പഠിച്ച് എക്സാമും വന്നു. എക്സാം ഈസി ആയിരുന്നു തോന്നുന്നു. ഞാൻ നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫുൾ മാർക്ക്. ഓക്കെ, പേപ്പർ ആൻസർ ഷീറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെ തകർന്നു പോയി. നോക്കുമ്പോൾ എന്താണ്, വേസ്റ്റ് മാർക്ക്, വെരി ലോ മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ വെച്ചു എങ്ങനെ ഞാൻ അത്യാവശ്യം പഠിച്ചു, ഞാൻ നല്ലോണം എഴുതി, എന്നിട്ട് എങ്ങനെ ഇത്. അപ്പോൾ ഞാൻ വെച്ചു ഇനിയിപ്പോൾ സിസ്റ്റർ എങ്ങാനും പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മാർക്ക് പോയത്, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. എനിക്കറിയില്ല. ഫ്രം ദാറ്റ് ഇൻസിഡൻറ്റ് ഓൺവേർഡ്സ് മൈ എയിം വാസ് ടു ജസ്റ്റ് പാസ് ദ എക്സാം, നോട്ട് ടു ഗെറ്റ് ഫുൾ മാർക്ക് ഇൻ എക്സാം. ഇതുവരെയ്ക്കും അങ്ങനെ തന്നെയാണ്. മൈ എയിം ഈസ് ടു ജസ്റ്റ് പാസ് ദ എക്സാം. ആ ഒരു ടൈമിൽ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തു. ദെൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിസ്റ്റർ എനിക്കിങ്ങനെ കൗൺസിലിംഗ് തന്നല്ലോ, ഫേസ് ടു ഫേസ് ഇങ്ങനെ നടന്നു വരുമ്പോൾ കൗൺസിലിംഗ് തന്നല്ലോ. ഫസ്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഫ്ലെയിംസ് കളിച്ചു, ഓക്കെ, ഒരു ചെക്കൻ്റെ പേര് വെച്ച് കളിച്ചാലും ഓക്കെ, നോക്കുമ്പോൾ 3-4 ചെക്കന്മാരുടെ പേരുണ്ട്, നിൻ്റെ നെയിമാണ് എല്ലാത്തിനും കോമൺ ആയിട്ട് എഴുതിയിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ 3-4 ചെക്കന്മാരോ, എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ പേരും ഒരു ചെക്കൻ്റെ പേരും വെച്ചിട്ട് എഴുതിയെന്നാണ്. പക്ഷേ സിസ്റ്റർ പറഞ്ഞത് 3-4 ചെക്കന്മാരും ഉണ്ട്, നിൻ്റെ പേരും ഉണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. ഐ കനോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. ഇറ്റ് വാസ് എ സീരിയസ് സിറ്റുവേഷൻ ഫോർ മീ. ആ ടൈമിൽ ഇറ്റ് വാസ് എ സീരിയസ് സിറ്റുവേഷൻ. ബട്ട് വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ് നൗ ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഫണി സ്റ്റോറി ഫോർ മീ. So in our life there are situations like these where we feel like that this is the end of our life, but when we move on and later on when we think about it, it feels like just a joke or a funny story for us, and that is life.